ഏത് പ്രതികൂലങ്ങൾ വന്നാലും, ഏത് പ്രതിസന്ധികൾ വന്നാലും, ഏത് ശോധനകൾ വന്നാലും, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇതിനകത്ത് ദാവീദ് ഇങ്ങനെയാണ് പറയുന്നത്: ആലയത്തോടുള്ള തൻ്റെ എരിവിനെക്കുറിച്ച്, ആലയത്തോട് ഉള്ള തൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് ദാവീദ് 122 സങ്കീർത്തനത്തിൽ പറയുകയാണ്. എവിടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഓക്കെ, ദാവീദിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് കർത്താവുമായിട്ടൊരു കൂട്ടായ്മ, ആരാധനയ്ക്കുള്ള പ്രാധാന്യം, ഇത് നമുക്കിവിടെ കാണുവാൻ കഴിയും. 42 സങ്കീർത്തനം 1 വാക്യം നമുക്ക് കാണുവാൻ കഴിയും: മാന്യത്തോടുകളിലേക്ക് ചേരുവാൻ കാക്ഷിക്കുന്നതുപോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. കർത്താവുമായിട്ടുള്ളൊരു കൂട്ടായ്മയാണ് ഭക്തന്മാരുടെ എന്നും ഉള്ള ആഗ്രഹം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലും കർത്താവിനോട് കൂടെ വസിക്കുക, കർത്താവിൽ നിന്ന് ആശ്രയം പ്രാപിക്കുക, കർത്താവിനെ ആരാധിക്കുക. സങ്കീർത്തനങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സങ്കീർത്തനത്തിൻ്റെ എല്ലാം ആകത്തുക എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത് ആരാധനയ്ക്ക് പ്രാപ്തനാക്കുന്ന ഒരു ഭക്തനെക്കുറിച്ച് നമുക്ക് എല്ലാ സങ്കീർത്തനങ്ങളും കാണുവാൻ കഴിയും. 140 സങ്കീർത്തനം പറയുന്നത് ഇങ്ങനെയാണ്: വാദ്യഘോഷങ്ങളിലൂടെ ആരാധിക്കുക, തപ്പിനോടെ കർത്താവിനെ ആരാധിക്കുക, കൈത്താളത്തോടെ കർത്താവിനെ ആരാധിക്കുക. നോക്കി, ആരാധന എന്ന് പറയുന്നത് ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവനെ ആരാധിക്കുവാൻ, അവനെ സന്തോഷിക്കുവാൻ, കർത്താവിൽ സന്തോഷിക്കുവാൻ എപ്പോഴും കഴിയുന്നതായി തീരണം. അങ്ങനെയാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിത മേഖലകളിൽ നമുക്കറിയാം, ഏത് പ്രതികൂലങ്ങൾ വന്നാലും, ഏത് പ്രതിസന്ധികൾ വന്നാലും, ഏത് ശോധനകൾ വന്നാലും ഒരു ഭക്തൻ പറയുവാൻ കഴിയണം: എൻ്റെ കർത്താവിൽ ഞാൻ സന്തോഷിക്കും, കർത്താവിൽ ആരാധിക്കുമെന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിത്തീരട്ടെ. ഈ ഒരു നൂറ്റാണ്ടിൽ നമുക്ക് കാണുവാൻ കഴിയും, ആരാധനയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കാത്ത, പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു തലമുറ വളർന്നു വരികയാണ്. അവരുടെ മുന്നിൽ വ്യത്യസ്തരായി തീരുവാൻ, അവരുടെ മുന്നിൽ ഒരു പ്രത്യേകതകളോടുകൂടെ കർത്താവിനെ ആരാധിക്കുവാനും, കർത്താവിൻ്റെ ആലയത്തോടുള്ള എരിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുവാനും, പ്രാർത്ഥനയോടുള്ള ഒരു എരിവ്, കർത്താവിനെ പ്രാപിക്കുവാനുള്ളൊരു എരിവ്, കർത്താവിൽ നിന്ന് എന്തെങ്കിലും നേടുവാനുള്ളൊരു എരിവ്, ആത്മീയ പക്വതയ്ക്കുള്ള എരിവ്, ആത്മാവിൽ വളരുവാനുള്ള എരിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരുമിച്ച് ഈ നൂറ്റാണ്ടിൽ നമുക്ക് എഴുന്നേൽക്കാം, ആരാധനയ്ക്ക് വേണ്ടി സമയങ്ങളെ കണ്ടെത്താം, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാനുള്ള ഒരു വ്യഗ്രത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ വചനങ്ങൾ നിങ്ങൾക്ക് ആശ്വാസമായി തീരട്ടെ. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.